കൊലപാതകം, രക്തം ചൊരിയുക, അതൊരു പാപമാണ്. ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് ഉൽപ്പത്തിയിലാണ്. കയീൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലുന്നു. അവൻ്റെ രക്തം ഈ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നത്, എൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം എന്നോട് നിലവിളിക്കുന്നു. രക്തത്തിന് ശബ്ദമുണ്ട്. ഈ ഭൂമിയിൽ വീണ സകല രക്തവും ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. ദൈവസന്നിധിയിൽ ആ ശബ്ദം എത്തുന്നുണ്ട്. രക്തത്തിൻ്റെ ശബ്ദം അത് ആത്മതലങ്ങളിൽ മുഴങ്ങുന്നതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം. കാരണം യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നത് നമ്മുടെ ഗുണത്തിനാണ്, പ്രതികാരത്തിനല്ല. ഈ ഭൂമിയിൽ വീഴുന്ന സകല രക്തവും സംസാരിക്കുന്നത്, നിലവിളിക്കുന്നത് അവരുടെ പ്രതികാരത്തിന് വേണ്ടിയാണ്. ദൈവത്തോട് കരയുകയാണ്, എൻ്റെ രക്തം ഇവിടെ വീണു, പ്രതികാരം ചെയ്യുക. അത് കൊലപാതകം ചെയ്ത വ്യക്തികൾക്കെതിരെ നിന്ന് സംസാരിക്കുന്നു. ആത്മതലങ്ങളിൽ അങ്ങനെ നിൽക്കുന്ന രക്തമാണ്, അവർക്കെതിരെ നിൽക്കുന്ന രക്തമാണ്. അതൊരു ശാപമായിട്ട് തലമുറകളിലേക്ക് പോലും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ യേശുവിൻ്റെ രക്തം അത് ശാപമായല്ല, അത് അനുഗ്രഹമായി നമ്മെ നീതീകരിച്ച യേശുവിൻ്റെ രക്തം, നമ്മുടെ പാപം മുഴുവനും ശുദ്ധീകരിച്ച യേശുവിൻ്റെ രക്തം, ഇന്നും കൃപാസനത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന മഹാപുരോഹിതനായ യേശുവിൻ്റെ രക്തം. യേശു തൻ്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറി ആ കൃപാസനത്തിന് മുമ്പിൽ തൻ്റെ രക്തവുമായി നിന്നുകൊണ്ട് ഇന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു. കാരണം ദൈവം നീതിമാനായ ഒരു ന്യായാധിപനായതുകൊണ്ട് അവൻ പാപത്തെ സഹിക്കുവാൻ കഴിയുകയില്ല. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി അവിടെ നിൽക്കുന്നത് കൊണ്ട് നാം ഇന്നലെ ചെയ്തതും ഇന്ന് ചെയ്തതും നാളെ ചെയ്യാൻ പോകുന്നതുമായ പാപങ്ങളുടെ പരിഹാരമായി യേശുവിൻ്റെ രക്തം ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടതുകൊണ്ട്, ആ രക്തം നമുക്ക് വേണ്ടി ഇന്നും പക്ഷവാതം ചെയ്യുന്നത് കൊണ്ട്, ആ രക്തം ഇന്നും നമുക്ക് വേണ്ടി നമ്മുടെ ഗുണത്തിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട്, ആ രക്തം ഇന്നും ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട്, ആ രക്തവുമായി യേശു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട്, ആ രക്തം നമുക്ക് വേണ്ടി ഗുണം സംസാരിക്കുന്നു, നമ്മുടെ രക്ഷയ്ക്ക് ഉതകുന്നതാണ്. ഈ ഭൂമിയിൽ വീണ സകല രക്തവും ആ രക്തങ്ങളുടെ ശബ്ദം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം, ആ രക്തത്തിൻ്റെ ശബ്ദം നമ്മുടെ നന്മയ്ക്കായി, ഗുണത്തിനായി, അനുഗ്രഹത്തിനായി, വിടുതലിനായി, രക്ഷയ്ക്കായി ആത്മതലങ്ങളിൽ ഇന്നും മുഴങ്ങിക്കൊണ്ട് നിൽക്കുന്നു. അത് ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ, നാം യേശുവിൽ വിശ്വസിച്ചവരാണെങ്കിൽ നമ്മൾക്ക് വേണ്ടി യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ആത്മതലങ്ങളിൽ മുഴങ്ങുകയാണ്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറകൾക്കും വേണ്ടിയും മുഴങ്ങിക്കൊണ്ട് നിൽക്കുന്നു, സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെല്ലാം ഈ രക്തം നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്.